ഹായ് ഫ്രണ്ട്സ്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറേ നാൾ കൊണ്ട് കിട്ടിയൊരു ബുക്കുണ്ടല്ലോ, കുറച്ച് ബുക്കുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സൺഡേ ആണ്, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബുക്ക് തുറന്ന് ഫസ്റ്റ് 2-3 പേജ് എടുത്തപ്പോൾ നോക്കുമ്പോൾ 4 ചാപ്റ്റേഴ്സേ കാണിക്കുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ 4 ചാപ്റ്ററേ ഉള്ളൂ, അപ്പോൾ അതിൽ കുറേയൊക്കെ വേണ്ടാത്തതായിരിക്കും, കുറേയൊക്കെ വേണ്ടതായിരിക്കും. അപ്പം നമുക്കിതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തും എനിക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന എൻ്റെ അടുത്ത് കുറച്ചങ്ങ് മറിച്ച് ചെന്നപ്പോഴാണ് കണ്ടത് ഇത് ബ്ലോക്കായിരുന്നു. ഒരു ബ്ലോക്കിൽ 4 ചാപ്റ്റേഴ്സ്, അടുത്ത ബ്ലോക്കിൽ വേറെ 4 ചാപ്റ്റേഴ്സ്, അങ്ങനെ 15-16 ചാപ്റ്റേഴ്സോളം ഉണ്ടായിരുന്നു, 6 ബ്ലോക്കും. അത് കണ്ട് എനിക്ക് ബ്ലോക്ക് വരാത്ത എൻ്റെ ഭാഗ്യം. അവസാനം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ പോട്ടെ, ഒരു കുന്തളിപ്പിനങ്ങ് എടുത്തു പോയതല്ലേ, എന്നാൽ പിന്നെ പഠിച്ചേക്കാം, കുറച്ചൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല മടുപ്പായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് മടുത്തിട്ട് ഞാൻ കുറേ നേരം വെറുതെ ഇരിക്കും, കുറേ നേരം നോക്കും. ചിലപ്പോൾ കുറച്ച് മുന്നേ നോക്കിയത് പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുമില്ല. അതിൻ്റെ ഇടയിൽ അനിയത്തി വന്നു, എന്തോ ചോദിച്ചു, ഡിസ്ട്രാക്ഷനായി, പിന്നെ പറ്റുന്നില്ല. പിന്നെ എനിക്ക് പഠിക്കാനും എഴുതാനും ഒന്നും പറ്റുന്നില്ല. ഞാൻ കുറേ നേരം അങ്ങനെ കുത്തിയിരുന്നു. പിന്നെ അവിടെ ഇതെനിക്ക് കിൻഡർ ജോയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡോളിനെ. അപ്പോൾ ഞാൻ അത് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവൾ വന്നിട്ടല്ലേ എനിക്ക് ഡിസ്ട്രാക്ഷനായി. അപ്പോൾ ഞാൻ ഓക്കെ, അവളുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വരീഡാവുന്നേ. അപ്പോൾ പിന്നെ ഞാൻ അവളെ വിളിച്ചു, അവളോട് കുറച്ച് എഴുതി തരാൻ പറഞ്ഞു. പിന്നെ അവളെ പിടിച്ചിരുത്തി കുറച്ച് എഴുതിപ്പിച്ചു. ഞാൻ അവളെയും മടുപ്പിക്കും അടുത്തിരുത്തിയിട്ട്. എനിക്ക് ഉറക്കവും വരുന്നുണ്ട്. ഉച്ചയ്ക്കൊക്കെ ആരെങ്കിലും പോയി ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയോ എഴുതുകയും ചെയ്യുമോ? പക്ഷേ ഞാൻ ചെയ്യും. ഞാൻ എൻ്റെ അനിയത്തിനെയും കൂടെ പിടിച്ചിരുത്തി അവളെയും കൂടെ അത് ചെയ്യിപ്പിക്കും. അവളുടെ മുഖത്താണെങ്കിൽ അൾട്ടിമേറ്റ് പുച്ഛമായിരുന്നു ഗൈസ്. ഒരു ഇച്ചിരി നോട്ട് എഴുതി തരാൻ പറഞ്ഞ് അവളുടെ കാല് പിടിക്കണം, എന്നിട്ട് അവൾക്ക് ഞാൻ കടിക്കും. അതായത് ബേക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പിടിച്ചിരുത്തി എഴുതിപ്പിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പതപ്പിക്കലും ഉണ്ട്, അല്ലെങ്കിൽ എഴുതി തരില്ല. പിന്നെ അവളുടെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ പിന്നെ വായിച്ചു കൊടുത്തു. അവളെ എഴുതി ഞാൻ വായിച്ചു കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ ഒരു 2-3 ലൈൻ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറയാം ആ മതീന് പിന്നെ എഴുതാമെന്ന്. എന്നിട്ട് അവൾ എഴുന്നേറ്റ് പോയി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ വെറുതെ ഇരുന്ന് എഴുതാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. നല്ല മടുപ്പായിരുന്നു, തെറ്റിപ്പോവാ എഴുതുന്നതൊക്കെ. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ. ബൈ.